ഗതാഗതം പുനഃസ്ഥാപിച്ചതിനെ പറ്റി ആരോ ആശങ്കപ്പെടുന്നുണ്ടായിരുന്നു നേരത്തെ. അത് ഗ്രീഷ്മയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഗ്രീഷ്മ ഗിരീഷ്, ആശങ്കപ്പെടേണ്ടതില്ല, പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു. നേരത്തെ ആരോ നമ്മുടെ പ്രേക്ഷകരും പറയുന്നുണ്ടായിരുന്നു പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നതിനെ പറ്റി. ആലുവ ശിവക്ഷേത്രം മുങ്ങി. ഐതിഹ്യപ്രകാരം ക്ഷേത്രം പൂർണ്ണമായും മുങ്ങുന്നത് ആറാട്ടായാണ് കണക്കാക്കുന്നത്. പ്രദീപ് ജോസഫ് വിശദാംശങ്ങളുമായി ചേരുന്നു. പ്രദീപ്, ഗുഡ് മോർണിംഗ്. ആചാരപ്രകാരം ഇത് ക്ഷേത്രം പൂർണ്ണമായും മുങ്ങുന്നത് ആറാട്ടായാണ് കണക്കാക്കുന്നത്. പൂർണ്ണമായും മുങ്ങുന്ന ഒരു അവസ്ഥയിലാണോ നിലവിലുള്ളത്? മഴ തുടരുകയാണോ ശക്തമായി തന്നെ? മുത്തി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞൊരു അർദ്ധരാത്രി 12 മണിക്ക് ശേഷം എറണാകുളം ജില്ലയിൽ ഒരിടത്തും കാര്യമായ മഴ പെയ്തിട്ടില്ല. അത്രയും നേരം അതിശക്തമായ മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതേസമയം കിഴക്കൻ മേഖലകളിൽ നേരിയ തോതിൽ മഴ പെയ്യുന്നുമുണ്ട്. നഗരപ്രദേശത്താണെങ്കിൽ തന്നെ ആകെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. നേരിയ തോതിൽ ചിലയിടങ്ങളിൽ മഴ ചാറുന്നുമുണ്ട്. പക്ഷേ കാര്യമായ തോതിൽ മഴ പെയ്യുന്നു എന്ന് പറയാനാവില്ല. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി നൽകിയിട്ടുമുണ്ട്. അതേസമയം പെരിയാറിലെ ജലനിരപ്പ് പറഞ്ഞതുപോലെ നല്ല തോതിൽ ഉയർന്നിട്ടുണ്ട്. ആലുവ ശിവക്ഷേത്രം ഏതാണ്ട് പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങി. അതുകൊണ്ട് തന്നെ ആറാട്ടായാണ് കണക്കാക്കുന്നത്. ഐതിഹ്യപ്രകാരം ശിവക്ഷേത്രം പൂർണ്ണമായി മുങ്ങിയാൽ അത് ആലുവ തേവരുടെ ആറാട്ട് എന്നാണ് കണക്കാക്കുന്നത്. പുലർച്ചെ ഏതാണ്ടൊരു 4 മണിയോടുകൂടിയാണ് ക്ഷേത്രം വെള്ളത്തിൽ മുങ്ങിയത്. ഇത്തരത്തിൽ പെരിയാറിൽ ജലനിരപ്പ് ഉയരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, ഒന്ന്, ശക്തമായ മഴ ഇന്നലെ അർദ്ധരാത്രി വരെ പെയ്തിരുന്നു. മറ്റൊന്ന്, വനമേഖലയിലും മറ്റും മഴ പെയ്യുമ്പോൾ അതിൻ്റെ വെള്ളം ഏറ്റവും കൂടുതലായി ഒഴുകിയെത്തുന്നത് പെരിയാറിലേക്കാണ്. അങ്ങനെ ജലനിരപ്പ് ഉയരാം. കൂടാതെ ഭൂതത്താൻകെട്ട് അണക്കെട്ടിൻ്റെ 11 ഷട്ടറുകൾ തുറന്നു വെച്ചിരിക്കുകയാണ്. പാംബ്ല അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. ഈ വെള്ളമെല്ലാം ഒഴുകിയെത്തുന്നത് പെരിയാറിലേക്കാണ്. അതുകൊണ്ടാണ് പെരിയാറിൽ വെള്ളമെത്തുന്നത്. അതേസമയം ജില്ലയുടെ പല മേഖലകളിലും, അതായത് ചെല്ലാനം, കണ്ണമാലി, നായരമ്പലം തുടങ്ങിയ മേഖലകളിലൊക്കെ കടലാക്രമണം അങ്ങേയറ്റം രൂക്ഷമാണ്. അടുത്ത കാലത്ത് സ്ഥാപിച്ച ജിയോ ബാഗുകൾ പോലും കടലെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. നിരവധി വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. ഇന്നലെയും പലയിടങ്ങളിലും കടലേറ്റം ഉണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രിയിലും സമാനമായ രീതിയിൽ വലിയ തോതിൽ കടൽ അടിക്കുന്നുണ്ട്. ഏതാണ്ട് 500-ലധികം വീടുകളിൽ വിവിധ ഇടങ്ങളിലായി വെള്ളം കയറിയിട്ടുണ്ട്. മറ്റ് പറയത്തക്ക അനിഷ്ട സംഭവങ്ങളൊന്നും ഒരിടത്തുനിന്നും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം.